വിവിധ സ്ഥലങ്ങളിൽ നിന്നും ദൂരെയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കാൽനടയായി യാത്ര ചെയ്തിരുന്ന 3 പേർ ഒരു പ്രത്യേക സ്ഥലത്ത് പരസ്പരം കണ്ടുമുട്ടാനിടയായി. പിന്നീടുള്ള അവരുടെ യാത്ര ഒരുമിച്ചായിരുന്നു. പരസ്പരം വിശേഷങ്ങളും സുഖദുഃഖങ്ങളും ഭക്ഷണസാധനങ്ങളൊക്കെ പങ്കുവച്ചും ഉള്ള യാത്ര അവരെ കൂടുതൽ അടുപ്പിച്ചു. യാത്ര പുരോഗമിക്കവേ അവർ അവരുടെ പണവും വസ്ത്രവും വെള്ളവും മറ്റു ഭക്ഷണസാധനങ്ങളുമെല്ലാം ഒരൊറ്റ ഭാണ്ഡത്തിലാക്കി മാറി മാറി ചുമന്നു. പരസ്പരം വിശ്വാസം അവരെ അത്രമാത്രം അടുപ്പിച്ചിരുന്നു. കുറേ ദിവസങ്ങൾ കടന്നുപോയി. അവരുടെ യാത്ര ഒരുപാട് ദൂരം പിന്നിട്ടു. ദിവസങ്ങൾ കഴിയുന്തോറും അവരുടെ കയ്യിലെ വിഭവങ്ങൾ തീർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവർ ഇനി തങ്ങളുടെ കയ്യിലുള്ളത് ആകെ ഒരു റൊട്ടിക്കഷ്ണവും ഒരു കുമ്പിൾ വെള്ളവും മാത്രമാണെന്ന്. ആ നിമിഷം മുതൽ ഓരോരുത്തരുടെയും മുഖഭാവം മാറാൻ തുടങ്ങി. സുഹൃത്ത് ബന്ധങ്ങളിൽ വിള്ളൽ രൂപപ്പെട്ടു തുടങ്ങി. ബാക്കിയുള്ള റൊട്ടിക്കഷ്ണത്തിനായി അവർ പരസ്പരം അവകാശവാദങ്ങൾ നിരത്തി. അത് വാക്തത്തിൽ കലാശിച്ചു. ഒടുവിൽ ആ റൊട്ടിക്കഷ്ണം വീതിച്ചെടുക്കാൻ അവർ തീരുമാനിച്ചു. പക്ഷേ ഒരു ചെറിയ റൊട്ടിക്കഷ്ണം എങ്ങനെ വീതിച്ചാലും ആരുടെയും വിശപ്പ് ശമിക്കില്ല എന്ന് അവർക്കറിയാമായിരുന്നു. ഒടുവിൽ ഒരാൾ ഒരു പോംവഴി നിർദ്ദേശിച്ചു. 3 പേരും ഉറങ്ങുക. ഉറക്കത്തിൽ ആരാണോ ഏറ്റവും മഹത്തരമായ സ്വപ്നം കാണുന്നത് അയാൾക്ക് തീരുമാനിക്കാം ആ റൊട്ടിക്കഷ്ണം എന്ത് ചെയ്യണമെന്ന്. എല്ലാവരും സമ്മതിച്ചു. 3 പേരും ഉറങ്ങാൻ കിടന്നു. രാവിലെ ഉറക്കമുണർന്ന് ഒന്നാമൻ താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. സ്വപ്നത്തിൽ ഒരു ജ്ഞാനി പ്രത്യക്ഷപ്പെട്ട് തന്നെ അനുഗ്രഹിക്കുകയും റൊട്ടിക്കഷ്ണം തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് അരുളി ചെയ്യുകയും ചെയ്തു അത്രേ. രണ്ടാമൻ താൻ ഭാവിയിൽ ഒരു ജ്ഞാനിയാകുന്നതും ഒരു തലമുറയെ ആകെ നയിക്കുന്നതും അതിനാൽ നന്നായി പരിപാലിക്കപ്പെടേണ്ടവൻ ആയതുകൊണ്ട് റൊട്ടിക്കഷ്ണത്തിന് അവകാശി ആയി തീർന്നതായും സ്വപ്നം കണ്ടു. ഇതൊക്കെ കേട്ട് മൂന്നാമൻ പറഞ്ഞു, എൻ്റെ സ്വപ്നത്തിൽ ഞാനൊന്നും കണ്ടില്ല. എനിക്കൊന്നും കേൾക്കാനോ പറയാനോ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ ഉറങ്ങുന്ന സമയം ഏതോ ഒരു ശക്തി എന്നെ ബലമായി എഴുന്നേൽപ്പിച്ച് റൊട്ടിയും വെള്ളവും ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് എന്നെ എത്തിച്ചു. ശേഷം എന്നെ അവ കഴിക്കാൻ പ്രേരിപ്പിച്ചു. എനിക്ക് അത്രയേ പറയാൻ പറ്റുള്ളൂ. മൂന്നാമൻ്റെ കഥ കേട്ട് മറ്റു 2 പേരും അന്ധാളിച്ചു നിന്നു. നമ്മിൽ പലരും ഏതൊരു മൂഢസ്വർഗത്തിലാണ് വിഹരിക്കുന്നത്. എന്നാൽ ബുദ്ധിശാലികളാകട്ടെ യാഥാർത്ഥ്യബോധത്തോടെ പ്രവർത്തിക്കും. സ്വപ്നങ്ങൾ പലപ്പോഴും സുഖപ്രദവും സന്തോഷകരവുമായിരിക്കാം. പക്ഷേ ആ സുഷുപ്തിയിൽ ആയിരിക്കുമ്പോൾ അതിനേക്കാൾ മൂല്യമേറിയ പലതും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. സ്വപ്നലോകത്തു നിന്നും യാഥാർത്ഥ്യബോധത്തിലേക്ക് ഉണരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഉയരത്തിലേക്ക് വളരുവാനാവുന്നത്.
ഈശോ വരുന്നു, എന്നിൽ വരുന്നു, എന്നുള്ളിൽ വാഴാൻ വരുന്നു. ഈശോ വരുന്നു, എന്നിൽ വസിക്കാൻ, എൻ്റെ ജീവനാഥനാകാൻ. എല്ലാം നിനക്കായി അർപ്പണം ചെയ്യാൻ, നിന്റേതു മാത്രമായി തീരാൻ. നീ വന്നു നിന്നുള്ളിൽ ഈശോ വരുന്നു, എന്നിൽ വരുന്നു, എന്നുള്ളിൽ വാഴാൻ വരുന്നു. എല്ലാം നിനക്കായി അർപ്പണം ചെയ്യാൻ, നിന്റേതു മാത്രമായി തീരാൻ. നീ വന്നു എൻ്റെ ജീവനാഥനാകാൻ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പാട്ട് മറന്നുപോയി, കാണാപ്പാഠം കിട്ടുന്നില്ല, സോറി. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ.